കഴിഞ്ഞ 1.5 വർഷക്കാലമായി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ BJPയുടെയും UDFന്റെയും നേതൃത്വത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണത്തിന് അറുതി വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ ഈ തരത്തിൽ BJPയും UDFും നടത്തുന്ന ബാന്ധവത്തിന്റെ ഭാഗമായാണ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോയിരുന്നത്. ഈ കിടങ്ങൂർ പ്രദേശത്തെ വികസനത്തെ കാംക്ഷിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒട്ടാകെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭരണത്തെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തൂത്തെറിയുവാൻ വലിയ ജാഗ്രതയോടുകൂടി കുറേ നാളുകളായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി കൂടിയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഈ തരത്തിൽ UDFും BJPയും തമ്മിൽ കോലീബി സഖ്യം എന്ന നിലയ്ക്ക് വലിയ ഒരു കൂട്ടായ്മ നടക്കുകയും ആ കൂട്ടായ്മ ഈ നാട്ടിലെ ഇടതുപക്ഷ മതേതര സങ്കല്പങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പാടെ പരാജയപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണുന്നതിന് പ്രകടമായ ഉദാഹരണങ്ങൾ ഇന്നലെയും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തൊടുപുഴയിൽ ഇന്നലെ കോലീബി സഖ്യം ചേർന്നുകൊണ്ട് തൊടുപുഴ LDFന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ചെയർമാനെ അവിശ്വാസത്തിലൂടെ അട്ടിമറിക്കുകയാണുണ്ടായത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ നാട്ടിലെ വികസന തൽപര കക്ഷികളായ രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിലെ സാമാന്യ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് ഈ നാട്ടിൽ ഒരു വികസന സങ്കല്പങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി നിലവിലുള്ള ഈ യാതൊരു ബോധ്യങ്ങളും ഇല്ലാത്ത അല്ലെങ്കിൽ വികസനം മുമ്പോട്ട് വെക്കുവാൻ കഴിയാത്ത തികച്ചും പരാജിതമായി നീങ്ങിയിരുന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണത്തിന് അറുതി വരുത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ CPIMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുൻ പഞ്ചായത്ത് അംഗവുമായ സഖാവ് PN ബിനു സംസാരിച്ചു. 23-ലാണ് ഇവിടെ ഈ ഭരണസമിതി BJP UDFും അടങ്ങുന്ന ഭരണസമിതി അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന സമയത്ത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമായിരുന്നു. ആ സമയത്ത് കേരളത്തിലാകെ അത് വലിയ വിവാദമായ സമയത്ത് BJP അവരുടെ മെമ്പർമാരെ പുറത്താക്കിയതായിട്ട് ഒരു പത്രസമ്മേളനത്തിലും അതോടൊപ്പം തന്നെ പത്രവാർത്ത ഉൾപ്പെടെ വന്നു. അതിനുശേഷം നിലവിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗം BJPയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അന്ന് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ രണ്ട് പാർട്ടികളും, അതായത് UDF അവരുടെ പാർട്ടിയിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കി BJP ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രണ്ട് പാർട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർമാരെ ഞങ്ങൾ പുറത്താക്കിയെന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം കൂടിയാണ് പത്രസമ്മേളനം നടത്തിയത്. UDFന്റെയും BJPയുടെയും പഞ്ചായത്ത് മെമ്പർമാർ 7 പേര് കൂടിയാണ് പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളെല്ലാം, ഈ പഞ്ചായത്തിന്റെ അവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് സംസാരിച്ചു. UDFനും അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിന് പ്രധാനമായും കടുത്തുരുത്തിയുടെ MLA ആണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് കടുത്തുരുത്തി മണ്ഡലത്തിന്റെ ഭാഗമാണ് കിടങ്ങൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് കൂടിയില്ലെങ്കിലും BJPയുടെ വോട്ട് മതി എന്നൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നണിക്കും ഈ കൂട്ടുകെട്ടിനും എല്ലാം നേതൃത്വം കൊടുക്കുന്നത് കടുത്തുരുത്തിയുടെ MLA ആണ്. അനുകൂലമായി വോട്ട് ചെയ്ത ആള് എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പർമാരോടൊപ്പം നിന്ന് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ടുള്ള നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുന്ന ആളാണ്. കാരണം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ 1.5 വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പ്രവർത്തിച്ചിരുന്ന ഒരാൾ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് മതേതരത്വ ചേരിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ മാറിയ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ അദ്ദേഹം ഒരു മതേതര കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ പ്രക്രിയ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളുടെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അങ്ങനെ അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുവാനാണ് തീരുമാനിച്ചത്.